സ്വർണ്ണച്ച അവളോട് വെല്ലുവിളിച്ച് ഇറങ്ങി പോന്നാലേ അവള് പറഞ്ഞതുപോലെ ആ മച്ചാനങ്ങാനും വന്നു കയറി നമ്മളെന്തോ ചെയ്യും? എടി മണ്ടത്തരത്തിന് കൈയും കാലും വെച്ചവളൊക്കെ എഴുത കനകം. അവളൊരു ധൈര്യത്തിന് എങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അവള് മച്ചാൻ എഴുതിയ കത്ത് നീയല്ലേ അടിച്ചു മാറ്റിയത്, പിന്നെ എങ്ങനെയാ മച്ചാൻ വരും? അത് ശരിയാ, ഞാൻ അതൊക്കെ മറന്നുപോയി. ഞാനത് മറന്നിട്ടില്ലടി, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനൊരു കളി കളിച്ചത്. നീ നോക്കിക്കോ, ഒരാഴ്ചക്കകം അവളുടെ മച്ചാൻ ഇവിടെ വന്നില്ലെങ്കിൽ അവള് പറഞ്ഞല്ല പച്ച കള്ളവാണെന്ന് തെളിയും. അവള് പൊയ്ക്കോളും, ഇല്ലെങ്കിൽ ഞാൻ അവളെ അടിച്ചോടിക്കും. കൂട്ടിന് നാട്ടുകാരും ഉണ്ടാവും. ആനയുടെ ബുദ്ധി എന്റെ സ്വർണ്ണച്ചന്. ആനയുടെ നല്ലടി കഴുതേ പൂച്ചയുടേത്. ഏത് ഉത്തരത്തേന്ന് വീണാലും ഈ പൂച്ച 4 കാലേ നിൽക്കും, അറിയാവോ? ഞാൻ അന്നേ പുനിയാണ്ടേ, നീ അന്ന് അല്ലിയുടെ മുറി എങ്ങനെ രക്ഷപ്പെട്ടു? അത് വന്ന് പറഞ്ഞിട്ട് അരമന വീട്. അല്ലി അരമന വീട് ഗോവിന്ദരാജപുരം. കനകം എന്താ അവൾക്കൊരെഴുത്തുണ്ട്. ആർക്ക്? പള്ളിക്ക്. എനിക്ക് വായിച്ച ശക്തിയില്ല. ലെറ്ററിലിരുന്ന് അങ്ങ് നടന്നതെല്ലാം தெரிஞ்சு போச்சு. ஒரு வாரத்துக்குள்ள நான் அங்க வந்துடுவேன். உன்னை பத்தி யாரு மோசமா சொன்னாலும் நான் அவன் கழுத்தை துண்டம் துண்டமா வெட்டிடுவேன். இப்படிக்கே உன் மச்சா மாறி முத்து. ஐயோ சொர்ணம், வெள்ளம் கொண்டு வா, வெள்ளம் கொண்டு வா, വെള്ളം. അതെ, ഇങ്ങോട്ട് വരുന്ന മച്ച നമ്മുടെ മെക്കെട്ട് കയറാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ബലത്തിന് ആരാ ഉള്ളത് സ്വർണ്ണച്ചാ? ഉണ്ടല്ലോടി കനകം. ആരാ? മിനിയാണ്ടി, മാങ്ങാണ്ടി. ഊതിയാ പറക്കുന്ന ഒരു അപ്പപ്പന്താടിയാ ബലത്തിന്. പിന്നൊരു കാര്യം ഉറപ്പാ, ആ മച്ചാനെ കൊല വെട്ടുന്നത് പോലെ നിങ്ങളുടെ അയ്യോ അയ്യോ, നീ എന്നെ പേടിപ്പിക്കാടി. അതിനെ പറ്റി ഒരാളെ പറഞ്ഞ എന്തിനാ തല വെട്ടാൻ? അല്ലടി വെട്ടാണ്ടിരിക്കാൻ. ഓ എന്റെ ഭഗവതി, ഒരാപത്ത് വന്നപ്പോ ആരുമില്ലാണ്ടായല്ലോ. അതെ സ്വർണ്ണച്ചാ, നമ്മുടെ ഗോമതി ചേച്ചിയുടെ മോനൊരു ഗുസ്തിക്കാരനുണ്ടല്ലോ, എന്താ അവന്റെ പേര്? കണ്ണപ്പൻ. ഒരു വിളഞ്ഞ ഇറക്കനാവൻ. എന്തെങ്കിലും ആട്ടെ, നമുക്ക് അവനെ വിളിച്ചാലോ? ഭ്രാന്ത് പറയുന്നോടി. എന്താ? ചമ്മന്തി അരയ്ക്കുന്ന അമ്മിയിൽ ആരെങ്കിലും ചന്ദനം അരയ്ക്കോടി? മറ്റാന്റെ കയ്യിൽ നിന്ന് തലരക്ഷിക്കാൻ ആ ഗുസ്തിക്കാരനെ വരച്ചാലേ അവൻ എന്റെയും നിന്റെയും തല കൊണ്ടു. ആ ഫയൽമാൻ ഫൽഗുനന്റെ വിത്ത അവൻ. ഇതൊക്കെ സ്വന്തം സഹോദരിമാരെയും കൈക്കുഞ്ഞുങ്ങളെയും ഇവിടുന്ന് അന്ന് അടിച്ചിറക്കി വിടുമ്പോ ആലോചിക്കണമായിരുന്നു. അന്ന് അരമന വീടും 500 ഏക്കറും കൈ കിട്ടിയപ്പോ നിങ്ങൾ വലിയ ജമീന്ദാരായി. ഞാൻ അന്നേ പറഞ്ഞതാ. ഞാൻ വിളിച്ച ചേച്ചി കണ്ണപ്പനെ ഇങ്ങോട്ട് അയക്കുവോ? അതൊക്കെ അയക്കും. ഭാനുമതി ചേച്ചിയെ പോലെ അല്ലല്ലോ. ഗോമതി ചേച്ചി ഒരു പാവമായതുകൊണ്ട് അയക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. എന്നാ അവനെ വരുത്താനുള്ള വഴി നോക്കാം. അതെ, തല വേണമല്ലോ. ഗുസ്തി എങ്കി ഗുസ്തി. ഞാൻ അമ്മണിക്കുട്ടൻ. മറന്നുപോയോ? എന്താടാ കോലം കെട്ടി പേടിപ്പിക്കുന്നോ? ദൈവം തന്ന കോലത്ത് രക്ഷയില്ലാത്തോണ്ടല്ലേ ഈ കോലത്തി. കാര്യം എന്തായി? പിന്നെ ഞാൻ പറഞ്ഞോണ്ട് പിന്നെ കേട്ട് എന്തായി? പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് മൊത്തം ഇടറേ. മറ്റേതോടെ ഇറേ. ഇന്നാ കൊടടെ, ഇന്നാ കുളിപ്പിച്ച് കിടത്ത്. ഇനി രാജപ്പനുമായിട്ടുള്ള ഒരു ഗുസ്തി മത്സരത്തിന്. ഗുസ്തി മത്സരത്തിന് കണ്ണപ്പനില്ലെന്ന്. അയ്യോ, എന്റെ പൊന്നു പിള്ളച്ചേട്ടാ, ചതിക്കല്ലേ. ഫയൽമാൻ ഫൽഗുനൻ ചതിക്കില്ല. കണ്ണപ്പൻ ഗുസ്തി മത്സരത്തിന് എത്തും. പോരെ? അത് മതി. അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? പിള്ളച്ചേട്ടൻ പറയുന്നത്. അതെ, ഗുസ്തി മത്സരം കഴിയുന്നവരെ ഷാപ്പിന് എന്റെ ചെലവ് നിങ്ങൾ വഹിക്കണം. സമ്മതിച്ചോ? സമ്മതിച്ചു. എങ്കിൽ ഫയൽമാൻ ഫൽഗുനൻ പിള്ളയുടെ 2 മക്കളും ഒരിക്കൽ കൂടി ഗോതയിൽ ഏറ്റുമുട്ടും. என்னடா சொன்ன? என் பொண்டாட்டியை பத்தி என்னடா சொன்ன? ஊர்க்காரங்க முன்னாடி வச்சு என் பொண்டாட்டியை பத்தி சொல்லு. என் பொண்டாட்டி கெட்டவளா? ஏன் அள்ளி கெட்டவளா? அறியாமலா? அறியாமலா என் பொண்டாட்டி கிட்ட இப்படி எல்லாம் நடந்துகிட்டு இல்லங்க. பேசக்கூடாது, தெரியுமடி? எனக்கு எல்லாமே தெரியும். நான் இல்லாத போது நீங்க எங்க பொண்டாட்டி கிட்ட எப்படி எல்லாம் நடந்துக்கிட்டேன்றது எனக்கு தெரியுமடி. ஒன்னா ஐயோ, எந்த கண்ணிட்ட கிருஷ்ணமணியா எவ்வளவு செய்யல. ஓகே, போயிடுவேல. எப்ப போவ? ஒரு 2-3 ദിവസം കഴിഞ്ഞ് പോവാ. உனக்கு 7 நாள் டைம் கொடுக்கறேன். அதுக்குள்ள நீங்க இருந்து போல, அப்புறம் நான் உங்ககிட்ட பேச மாட்டேன்.
இந்த பெல்ட்டாலவும் கழுத்த நெரிச்சொன்ன கொண்டு போனமா இங்க கெட்டி போடுங்க இப்ப காத்துல ஆடிக்கிட்டே இருப்பான் போதும் 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 போதுமா இப்ப போதும் இப்ப போதும் போலாமா இப்ப போலாம் வா பெல்ட் மச்சான். அவன் வரட்டும், ஒரு கை பாத்துக்கல. பயமா எனக்கா ஆனா இங்க வச்சு நான் அவனை ஒண்ணுமே பண்ண மாட்டேன் அந்த மார்த்தாண்ட பிள்ளை முன்னாடி வச்சு அவனை பீஸ் பீஸா கிழிச்சிடுறேன் பாரு என்ன நிக்க மாட்டேன், நில்லு மச்சான். வேண்டாம் ஐயோ அச்சா டே கண்ண பண்ணிட்டேன் എത്തിയോ അങ്ങോട്ട് കേറിക്കോളൂ. ഇടം വെട്ട് വലം വെട്ട് തിരിഞ്ഞ് മറിഞ്ഞു വെട്ട് അടിവെട്ട് വെടിവെട്ട്. അയ്യോ കണ്ണപ്പ പണിക്കരെ ഏൽപ്പിച്ച ജോലി വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഈ അഭ്യാസം ഒന്ന് വരുതിയിലാക്കാൻ വളരെ പണിപ്പെട്ടു. പോനെ കണ്ണപ്പാ അമ്മാവനെന്നോട് ക്ഷമിക്കണം. അമ്മാവന്റെ ഈ സ്നേഹം കാണുമ്പോ അമ്മാവന്റെ അടുത്ത് വന്നാൽ ഞാൻ ഇത്രയും വൈകി പോയി. പോനെ കണ്ണീര് കണ്ട കണ്ണീര് താൻ എന്തിനാണോ കരയുന്നത് ഇവിടെ നിനക്ക് മനസ്സിലായില്ലേ സ്വർണം കുഞ്ഞുനാളിലെ ഒരുമിച്ച് കളിച്ചു വളർന്ന മറന്നുപോയ നീ ഇത് നിന്റെ അമ്മായി പിന്നെ നാട്ടിൽ എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? ഈ ഫയൽമാൻ പൂപ്പള്ളി സുലൈമാനുമായിട്ടുള്ള ഗുസ്തി മത്സരം നടക്കാനിരിക്കുമ്പോഴാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓഹോ രായപ്പനോ അവൻ പോയില്ലേ? മരിച്ചുപോയോ അല്ല, ബോംബെയില്. അവനെന്തിനാടാ ബോംബെക്ക് പോയത്? ജോലി കിട്ടിയെന്നും പറഞ്ഞ ആ നാട്ടിൽ നിന്ന് പോയത്. ആ ഗുസ്തി മത്സരത്തിൽ എന്നോടൊപ്പം മത്സരിച്ച് പുരുഷശ്രീ സ്ഥാനം കിട്ടാതെ തോറ്റതിന്റെ നാണക്കേട് കൊണ്ട് മുങ്ങിയതാണെന്ന നാട്ടുകാർ പറയണത്. അല്ല, അമ്മാവൻ തന്നെ പറ. അച്ഛന്റെ വീറും വാശിയും മെയ്വഴക്കവും എല്ലാം പാരമ്പര്യമായി കിട്ടിയത് എനിക്കല്ലേ? അതിൽ അസൂയപ്പെട്ടിട്ട് നാണക്കേട് തോന്നിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ചുരുക്കത്തിൽ എനിക്കെതിരെ നിൽക്കുന്ന ഏത് കൊലക്കൊമ്പനെയും ഒറ്റയടിക്ക് മലർത്താനുള്ള കഴിവ് നിനക്കുണ്ടെന്നർത്ഥം. സ്വർണ്ണയും ആരതി കൊണ്ടുവാ. എന്നാലും ഈ ശരീരഘടന കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് വിശ്വാസം ഘടനയിലെന്ത് കാര്യം എനിക്ക് നന്നായി. കണ്ണെത്തുന്നിടത്ത് മനസ്സെത്തണം, മനസ്സെത്തുന്നിടത്ത് കൈയെത്തണം, അത്ര വേണ്ടു. എന്റെ അമ്മാവൻ എതിർ നിൽക്കുന്ന ആളാണെങ്കിലും ശരി, അവന്റെ തല ഞാൻ കൊയ്യും. മോനെ വെട്ടി ഒന്നും വേണ്ട, വരട്ടിയാ മതി. അങ്ങനെ ഒരു മേളിരിപ്പുണ്ട്. ആര് ദൈവോ? ആ മച്ചാൻ. ദേ സൂക്ഷിക്കണം, ഒറ്റയടിക്ക് രണ്ടുപേരെ കുത്തിക്കൊന്നിച്ച് ജയിലിൽ പോയാ അത് ആരതി. ഒഴി 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 ഇങ്ങോട്ട് നീങ്ങിയല്ലോ മോനെ. നേരെ നോക്ക്, നേരെ നോക്ക്. തെറ്റിലുണ്ടല്ലോ. അങ്ങോട്ട് കളഞ്ഞേരെ. ഇനി അങ്ങോട്ട് പോ. അങ്ങോട്ടല്ല പോനെ, ഇങ്ങോട്ട് പോ. താനും കൂടെ വാടോ. തള്ളല്ലേ വീഴും. അഭ്യാസിയാ. കാല് തെറ്റിയതാ. കൂട്ടാ. എവിടെ പോയ തെണ്ടി? നാം താണ്ട മച്ചാൻ. ആരുടാ നീ? ഞാൻ കണ്ണപ്പൻ. അപ്പൊ പിന്നെ ഞാനാരാടാ പുല്ലേ? കണ്ണപ്പ. അതേടാ കണ്ണപ്പൻ തന്നെ. വിളിച്ചു കൂവിടാ, എല്ലാരും കേക്കട്ടെ. നിന്റെ സർവ്വ പരിപാടി എന്ന് ഞാൻ പൊളിച്ചേരടാ. എന്നാ നിന്റെ പരിപാടി ഞാനും പൊളിക്കൂടാ. കാണാടാ നിന്റെ തല അമ്മാവന്റെ മുമ്പിൽ ഞാൻ കാഴ്ചവെക്കാതെ ഇത് കണ്ണപ്പനാണ്, കണ്ണപ്പനാണ് പറയുന്നത്. നീ ഇവിടെ ഇങ്ങനെ എത്തിയടാ പുല്ലേ. നീ ഇവിടെ എങ്ങനെ എത്തിയോ അങ്ങനെ എന്നടാ ഞാനും എത്തിയടാ. തുണയുണ്ടെങ്കിൽ പണിയിറങ്ങി വേണം കണ്ട്. ഇതാ പയ്യെ പിരിച്ചാൽ നമ്പറൊന്നും വേണ്ട. ചെത്തുവടാ. എന്റെ അമ്മാവനെതിരെ നിൽക്കുന്ന ആരാണെങ്കിലും ശരി, അവന്റെ കൈ ഞാൻ ചെത്തും. ധൈര്യം ഉണ്ടെങ്കിൽ ചെത്തട എന്റെ രാജപ്പോ. ഒന്നേ ഒന്നോട് അമ്മാവന്റെ തല സേത്ത്
വരാതെ കണ്ണപ്പാ കണ്ണപ്പാ வாங்கடா எந்தடா பயமா இருக்கா தமிழ் எனக்கு தெரியுமடா நல்லா தெரியுமடா வாடா விளையாட வேண்டடா இவன் மேல போய்க்கோ எப்படி இருக்கு முடிவெட்டு குளத்தடா இது கால்பட்டு எப்படி போட்டு தள்ளு கண்ணப்பா குத்தடா